ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണലാണ്, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക, നല്ലൊരു ജോലിയൊക്കെ കിട്ടി, നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക, ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതെല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്. എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുന്നാരിച്ച് നോക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു ആദ്യം. അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന്. അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം, അച്ഛൻ എനിക്ക് ബാംഗ്ലൂരിൽ +2 കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം. അതൊരു ആഗ്രഹം, ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു ബാംഗ്ലൂരൊക്കെ വേണോ, നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ? ഇല്ല അച്ഛാ, ഞാൻ എൻ്റെ കാര്യങ്ങൾ